എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ കുറച്ച് പുതിയ ന്യൂ കമേഴ്സ് PSCയിലേക്ക് വരാൻ പോകുന്ന ആൾക്കാർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡിഗ്രി ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടിരിക്കുന്നവർ ആദ്യമായിട്ട് PSC അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുറേ പേരുടെ സംശയമാണ്, ഞങ്ങളിപ്പോൾ എങ്ങനെയാണ് ഇത് പഠിച്ചു തുടങ്ങേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ പ്ലസ് ഇതുവരെയും ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരാജയപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇപ്രാവശ്യം എഴുതിയിട്ട് കിട്ടില്ല, ഇനി എങ്ങനെ പഠിക്കണം എന്നറിയാൻ വയ്യാതെ നിൽക്കുന്നവർക്കും നമുക്ക് ക്ലാരിഫിക്കേഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ പഠിച്ചാൽ നമുക്ക് ഇത് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് വെറുതെ അങ്ങ് പറയുന്നതല്ല, നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം എടുത്താൽ മതി. ഞാൻ പറയുന്ന കാര്യങ്ങൾ എടുത്താൽ മതി. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതാണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ സിലബസ് എന്ന് പറയുന്നത്. PSC കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കിപ്പോൾ 2 വട്ടം, ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം PSC പ്രിലിമിനറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഫേസ് ഡിസംബർ 10-നാണ്. അപ്പോൾ 2 വട്ടം PSC നടത്തിയ പ്രിലിമിനറി സിലബസ് ആണിത്. അപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും പ്രിലിമിനറി ഉണ്ട്. പ്രിലിമിനറി ഉണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും സിലബസ്. മെയിൻസ് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ സിലബസ് തന്നെ ആയിരിക്കുമെന്നാണ് നമ്മുടെ ഒരു ധാരണ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. മെയിൻസിന്റെ കാര്യം നമുക്ക് ഒന്ന് പോസ് ചെയ്ത് വെക്കാം. എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, മെയിൻസിനെ നമ്മൾ ഇപ്പോഴേ മുന്നിൽ കണ്ടുകൊണ്ട് വേണം പ്രിലിമിനറിക്ക് പ്രിപ്പയർ ചെയ്യാൻ. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് പ്രിലിമിനറിക്കകത്ത് എല്ലാവർക്കും അറിയാം ഹിസ്റ്ററി പഠിക്കാനുണ്ട്. ഒന്നാമത്തെ വിഷയമായിട്ട് അവർ തന്നിരിക്കുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ തന്നെ കേരള ഹിസ്റ്ററി, ഇന്ത്യ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ നിന്നും കറണ്ട് അഫയേഴ്സ് ചോദിക്കും. അതായത് ഇപ്പം ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇപ്പം നടക്കുന്ന കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കാം. ഹിസ്റ്ററിയിൽ നിന്നും അങ്ങനത്തെ കറണ്ട് അഫയേഴ്സ് വളരെ ലിമിറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഹിസ്റ്ററി എന്ന് പറയുന്നത് കുറച്ചേറെ ഉണ്ട്. ഓൾറെഡി PSC പഠിച്ചുകൊണ്ടിരിക്കുന്നവർ SCRTയും അല്ലെങ്കിൽ പല സോഴ്സിൽ കൂടെ ഹിസ്റ്ററി ഒക്കെ ഉറപ്പിച്ചവരായിരിക്കും. പുതിയ ആൾക്കാർക്കാണ് കുറച്ച് ടഫായിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പുതിയ ആൾക്കാർ അതിനുശേഷം നിങ്ങൾ നോക്കുക, ജോഗ്രഫിയാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. ജോഗ്രഫിയുടെ കേസിലും വേൾഡ് ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്, പ്ലസ് കറണ്ട് അഫയേഴ്സും ഉണ്ട്. ഇവിടെ കറണ്ട് അഫയേഴ്സിന് കുറച്ചുകൂടി ഊന്നൽ കൊടുത്ത് തന്നെ പഠിക്കണം. കാരണം ജിയോഗ്രഫിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ പത്രം വായിച്ചിട്ട് ജോഗ്രഫിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. ഇവിടെയും 5 മാർക്കാണ് കേട്ടോ. 5 മാർക്കിനാണ് നമുക്ക് ജോഗ്രഫി ഈ 3 സെക്ഷനിൽ നിന്നും ചോദിക്കുന്നത്. ഹിസ്റ്ററിയും പ്രിലിമിനറിക്ക് 5 മാർക്ക് എന്നാണ് PSC പറയുന്നത്. ചിലപ്പോൾ അത് 6 മാർക്കോ 7 മാർക്കോ ഒക്കെ ആയിട്ട് മാറാറുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി അടുത്ത സെക്ഷൻ നോക്കുക, എക്കണോമിക്സ് ആണ്. ഈ എക്കണോമിക്സിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ വെരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മേഖലയാണ് ഈ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എക്കണോമിക്സിനെ ഇപ്പം പല ആൾക്കാരും ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പലരും പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ എക്കണോമിക്സിനെ ഒഴിവാക്കി പഠിക്കാനാണ്. അപ്പോൾ എക്കണോമിക്സിനെ ഒഴിവാക്കി പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ ഇപ്പം നടന്നിട്ടുള്ള, അതായത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി ആദ്യത്തെ 2 ഫേസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 2 ഫേസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ നമ്മുടെ മുമ്പിൽ സാമ്പിൾ ആയിട്ടുള്ളത്. ആ സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എക്കണോമിക്സിന്റെ വന്നിരിക്കുന്ന ഏരിയ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 5 എക്സാമോളം ഡിഗ്രി ലെവൽ മെയിൻസ് ആദ്യത്തേത് നടന്നു കഴിഞ്ഞു. ആദ്യമായിട്ട് PSC നടത്തുന്ന ഡിഗ്രി ലെവൽ മെയിൻസിന്റെ 5 എക്സാംസ് കഴിഞ്ഞു. ഈ 5 എണ്ണത്തിനകത്തെയും എക്കണോമിക് ക്വസ്റ്റ്യൻസിനകത്ത് എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ഏതാണെന്നൊന്ന് മനസ്സിലാക്കുക. ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ GSTയിൽ നിന്നുണ്ട്. എന്താണ് GST എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ നീതി ആയോഗ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബാങ്കിങ് അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ ഒരു സെക്ഷനിൽ നിന്നും ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ. അപ്പം 4 മേഖല ഇപ്പോൾ PSC എല്ലാ എക്സാംസിനും ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് നമുക്ക് കണ്ടുപിടിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ PSC സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന 4 ഏരിയ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ 4 ഏരിയ വരുന്ന പുസ്തകം ഏതാണെന്ന് നിങ്ങൾക്കറിയാം. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുന്നു, +2 എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ആ പുസ്തകമാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾ SCRT 8, 9 പഠിക്കാൻ പറയുന്നുണ്ടെങ്കിലും ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ കേസ് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ചെയ്ത് പഠിക്കേണ്ടത് +2-ൻ്റെത് മാക്രോ എക്കണോമിക്സിനകത്ത് മാക്രോ എക്കണോമിക്സ് നന്നായിട്ട് അടിത്തറയിട്ട് പഠിക്കുക. അതുപോലെ നീതി ആയോഗിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ നോക്കുക.
GST കൗൺസിലിനെ പറ്റിയിട്ട് മനസ്സിലാക്കി വയ്ക്കുക, അല്ലെങ്കിൽ GSTയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് GDPയുടെ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് GDP എത്ര ഉയർന്നു എത്ര താന്നു, RBIയെ പറ്റിയിട്ട് പഠിച്ചു വയ്ക്കുക. RBIയുടെ റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR, SLR അങ്ങനെയുള്ള റേഷ്യോസിനെ പറ്റിയിട്ട് പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ അത് എത്രയാണെന്ന് പഠിച്ചു വയ്ക്കുക. ഇതെല്ലാം സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതുകൊണ്ട് തന്നെ എക്കണോമിക്സ് ഒഴിവാക്കാൻ ഞാൻ പറയുന്നില്ല. ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ഡിഗ്രിക്കാർ ഇനിയും തൊട്ട് പഠിക്കേണ്ടത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് ഇവിടെ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട കറണ്ട് അഫയേഴ്സിൽ ഒന്ന് എക്കണോമിക്സ് ആണ്, രണ്ടാമത്തെ ആൾ സിവിക്സ് ആണ്. സിവിക്സിനകത്തും കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സ് വരാൻ സാധ്യതയുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ഒന്ന് എക്കണോമിക്സ്, രണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, മൂന്ന് സിവിക്സ്. ഈ മൂന്ന് രീതിയിൽ നിന്നും കറണ്ട് അഫയേഴ്സ് നമുക്ക് ചോദിക്കാം. അപ്പോൾ ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 9 ക്വസ്റ്റ്യൻ പേപ്പർ മുമ്പിലുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി 4 എണ്ണം, 5 മെയിൻസ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇനി നോക്കുക, സിവിക്സിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കുറേ കാലമായിട്ട് പഠിക്കുന്നത് കൊണ്ട് കുറച്ച് ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാം. ഇനി പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയും SCRTയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. SCRT ഒരു 8ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മിക്ക പോർഷൻസും ഇവിടെ നിന്നും കിട്ടും. 8ാം ക്ലാസ് തൊട്ട് നിങ്ങളൊരു +2 വരെ പഠിക്കുക SCRT. ഇതിന് ശേഷം നിങ്ങൾ ഈ ഏരിയയിലെല്ലാം തന്നെ നോക്കേണ്ട, ഞാൻ കഴിഞ്ഞ ദിവസവും ഇട്ടിട്ടുണ്ടായിരുന്നു NCERT പുസ്തകം ഉറപ്പായിട്ടും നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഗ്രഫിയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ നോക്കുക, പ്രിലിമിനറിക്കും മെയിൻസിനും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ നോക്കുക, മാപ്പ് ചോദിച്ചിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ടോപ്പോഗ്രാഫിക് മാപ്പിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ല എന്നുണ്ടെങ്കിൽ റിമോട്ട് സെൻസിങ്ങിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം തന്നെ +1 NCERT പുസ്തകത്തിൽ നിന്നും ഡയറക്റ്റ് ആണ്. +1ന്റെ NCERT പുസ്തകത്തിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ +1 ആണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതും NCERT പുസ്തകത്തിൽ നിന്നുമുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ പോർഷൻസിനകത്തു നിന്നും നിങ്ങൾ NCERT ഏകദേശം ഒരു 6ാം ക്ലാസ് തൊട്ട് തന്നെ അടിത്തറയിട്ട് പഠിക്കുക. ഇപ്പോഴാവുമ്പം നമുക്കത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ദേഷ്യം വരത്തില്ല. കാരണം നമ്മുടെ മുമ്പിൽ കുറേയേറെ സമയമുണ്ട്. ധൃതി വെച്ചിട്ട് ഓടിച്ചാടി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. വ്യക്തമായിട്ട് വായിച്ച് പഠിച്ചെടുക്കാനുള്ളതും നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. ഇപ്പം നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് സ്വന്തമാക്കാനും സാധിക്കും. അപ്പോൾ സിവിക്സിൻ്റെ കേസിലാണെങ്കിലും നിങ്ങൾ NCERTയെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കുക. ആദ്യം അടിത്തറ വരുത്താനായിട്ട് SCERT പുസ്തക പാഠഭാഗങ്ങളുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് യൂട്യൂബിൽ, ഏതൊക്കെ പഠിക്കണമെന്നുള്ളത് അത് നിങ്ങളൊന്ന് നോക്കി പഠിക്കുക. കറണ്ട് അഫയേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് ഉറപ്പായിട്ടും 5 മാർക്കും കിട്ടുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വളരെ കുറച്ച് പോർഷൻസേ ഉള്ളൂ, എങ്കിലും ഈ പോർഷൻസ് അടിത്തറയായിട്ട് പഠിക്കുക. 10ാം ക്ലാസ് ലെവലിൽ നിന്നുള്ള ആൾക്കാർ പഠിക്കുന്നത് പോലെ അല്ല, ഡിഗ്രിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഇൻഡെപ്ത് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോന്നിനെ പറ്റിയിട്ടും കറക്റ്റായിട്ട് പഠിക്കുക. ഇപ്പം മെയിൻസിനൊക്കെ വന്ന സമയത്ത് കേശവാനന്ദ ഭാരതി കേസ് സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതൊന്നുമല്ല ചോദിച്ചത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ രീതിയിലുള്ള പോയിന്റാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം പ്രിയാമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കേശവാനന്ദ ഭാരതി കേസ്, അതല്ല എന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നിന്ന് ഉള്ളിലേക്ക് കടന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷാബാനു കേസ്, അങ്ങനെ കുറച്ച് ഏറെ കേസുകളുണ്ട് ഫേമസ് ആയിട്ടുള്ളത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പലപ്പോഴും നമുക്ക് വിക്കിപീഡിയയിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതൊന്നും നോക്കാൻ നമ്മൾ പോവും, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഡിഗ്രി ലെവലുകാർ കേൾക്കാൻ പറയുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റുകാർ കേൾക്കാൻ പറയുന്നു. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും ഇപ്പോൾ പ്രിയാമ്പിൾ എടുക്കുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പാസ്റ്റിൽ നടന്നിരിക്കുന്ന കേസുകൾ, ആ കേസുകൾക്കകത്ത് വന്നിരിക്കുന്ന വാദങ്ങൾ, അവിടെ നടന്നിരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചു വാരി പഠിക്കണം എന്നല്ല പറയുന്നത്. സ്ഥിരമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് അവിടെ നിന്നും ചോദിക്കാറുണ്ട്. UPSC ലെവലിലൊക്കെ ചോദിക്കാറുണ്ട്. കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്ന സ്ഥിരമായിട്ട് UPSC പാറ്റേണിൽ വരുന്നൊരു ചോദ്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ PSC ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം UPSC ലെവലിൽ ചോദിച്ചിരിക്കുന്ന കുറേ ചോദ്യങ്ങളും കൂടെ നിങ്ങൾ നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് വലിയ നാണക്കേടോ അല്ലെങ്കിൽ അയ്യോ അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത്, ഓരോ ടോപ്പിക്കുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തെടുത്ത UPSC ചോദ്യങ്ങളും കൂടെ നോക്കുന്നത് നന്നായിരിക്കും. അപ്പം അന്ന് UPSC ചോദ്യങ്ങൾ പറഞ്ഞപ്പോൾ ചിരിച്ചു തള്ളിയവർ ഇപ്പോൾ പലരും UPSCയെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ UPSC പ്രിലിമിനറിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരു 2007 തൊട്ടിട്ട് ഇപ്പോൾ വരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് പോകുന്ന ആൾക്കാർ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മേഖലയുടെ ആദ്യത്തെ
ഒരു കടമ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന GK പോർഷൻസിൻ്റെ കാര്യമാണ്. ഇനിയും സ്റ്റഡി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പ്രിലിമിനറി കടക്കണം എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതൊരു പ്രിലിമിനറി എക്സാം ആണെന്ന് നമുക്കറിയാം അല്ലേ. പ്രിലിമിനറി എക്സാം ആണ്. പ്രിലിമിനറി എക്സാം ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാം. അതുകൊണ്ട് തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളം എന്ന് പറയുന്ന ഈ 3 മേഖല നിങ്ങൾ ആദ്യം തന്നെ ഉറപ്പിക്കുക. കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞാണ്, ഈ പ്രാവശ്യവും റിപ്പീറ്റ് അടിച്ച് പറയുകയാണ്. ഈ 3 സബ്ജക്ട്സ് നിങ്ങൾ നന്നായിട്ട് ഉറപ്പിക്കുക. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് പറ്റിയാൽ ഒരുവിധം നന്നായിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കമ്പ്യൂട്ടർ സയൻസിൻ്റെയൊക്കെ കംപ്ലീറ്റ് ക്ലാസ് +1 +2 പുസ്തകം ഉൾപ്പെട്ട് നമ്മൾ ഓൾറെഡി ഒരു ക്രാഷ് കോഴ്സ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് പോയ ആൾക്കാർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഇപ്പോൾ ഒന്ന് വിട്ടേക്കുക. നിങ്ങൾ ഈ മാത്സും ഇംഗ്ലീഷും മലയാളം നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഞാൻ പറഞ്ഞ 9 ക്വസ്റ്റ്യൻ പേപ്പർ, പ്രിലിമിനറി മെയിൻസിന് 9 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. എങ്ങനെയാണ് മാത്സും ഇംഗ്ലീഷും മലയാളം ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെന്ന് നന്നായിട്ട് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങുക. ഞങ്ങൾ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, പുതിയതായിട്ട് വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എങ്ങനെ ഞങ്ങൾ പഠിക്കണം, അത് ആദ്യം മനസ്സിലാക്കുക. അതിനൊരു 10-15 ദിവസം നിങ്ങൾ ചിലവഴിച്ചാലും വേണ്ടില്ല. നിങ്ങൾ അതിനൊരു സ്റ്റഡി ടൈം ടേബിൾ ആദ്യം സെറ്റ് ചെയ്യുക. ഈ 50 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കണം. 50 മാർക്ക് നമ്മൾ ഒരു 40 മാർക്ക് സ്കോർ ചെയ്താൽ ബാക്കിക്കുള്ള GK പോർഷൻസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ ആവുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു സജഷൻ പോലെ തന്നെ എടുക്കുക. 50 മാർക്ക്, 50 മാർക്കിനുള്ളത് നമുക്ക് ഇപ്പുറത്ത് നോൺ GK പോർഷനായിട്ട് കിടപ്പുണ്ട്. ഇതിനെ നമ്മൾ അങ്ങ് മുറുകെ പിടിക്കുക. പഠിച്ചു തുടങ്ങുന്നവർ ഇപ്പം തന്നെ തുടങ്ങുക. ഈ ഒരു മെത്തേഡ് ഇപ്പം തന്നെ നിങ്ങൾ തുടങ്ങുക. പിന്നെ ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. എങ്കിലും പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രിലിമിനറിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഒഴിവായ ഒരു ഭാഗം സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. NCERTയുടെ ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 6, 7, 8, 9 അല്ലെങ്കിൽ 8, 9, 10 ഒക്കെ സയൻസ് പഠിക്കണം എന്ന് പറയുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന സെക്ഷൻ. ഇതൊക്കെയാണ് നമ്മൾ ഈ 8, 9, 10 ഒക്കെ പഠിക്കണമെന്ന് പ്രധാനമായിട്ടും പറയാൻ കാരണം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അതായത് ഹ്യൂമൻ ബോഡി എന്നൊക്കെ പറയുമ്പോൾ പല ക്ലാസ്സുകളിലായിട്ട് എല്ലാ പോയിന്റും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി ഇപ്പം നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ഇപ്പം സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് അവോയ്ഡ് ചെയ്തേക്കാം. ഈ സയൻസ് പുസ്തകങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു പോർഷൻസ് ഉണ്ട്. അതായത് സ്പേസ് ആൻഡ് ഡിഫൻസ് സ്ഥിരമായിട്ട് PS ചോദിക്കുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. അതുപോലെ എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്ത സമയത്ത് SCERT വൈസ് ക്ലാസ് അല്ല ചെയ്തത്. അപ്പോൾ SCERTയിൽ നിന്നും ഈ ഒരു മേഖല ഇപ്പോൾ തൽക്കാലം നിങ്ങളൊന്ന് ഒഴിവാക്കി വെച്ച് പഠിച്ചു തുടങ്ങാം. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. SCERT നിങ്ങൾ ഇപ്പം കൂടുതൽ പഠിക്കാനായിട്ട് സമയം കളയേണ്ട കാര്യമില്ല. ബാക്കിയെല്ലാം ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങൾ സമയം അനുസരിച്ചിട്ട് വേണ്ട പോയിന്റ്സ് മാത്രം പറയാം. അത് മാത്രം ഒന്ന് ഓർത്ത് പഠിച്ചാൽ മതി. ഇപ്പം തൽക്കാലം അതൊന്ന് മാറ്റിവെക്കാം. പിന്നെ ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ സയൻസിൻ്റെ കേസ്, അതൊന്ന് പഠിച്ചു തുടങ്ങാം. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നും ഇപ്പം നമുക്ക് പരീക്ഷ നടത്താൻ പോകുന്നത് 2023 പകുതിയോട് കൂടിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ 2023 നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് 2021 തൊട്ടല്ല ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്. ഏകദേശം 2019 തൊട്ടൊക്കെ നോക്കിക്കോ. 2019 തൊട്ടിട്ടുള്ള എന്തെങ്കിലും അവാർഡ്സോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ 2019 മുതൽ നിങ്ങളൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷകൾക്കെല്ലാം തന്നെ 2018 ആ ഒരു സമയം, അതായത് 22 നടന്നപ്പോൾ 19 18, 19 ഒക്കെ ചോദിച്ചു. കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതുകൊണ്ട് തന്നെ 21, 22 മാത്രമേ ചോദിക്കൂ എന്ന് വെച്ചിട്ട് പഠിക്കേണ്ട. കൂടുതൽ പ്രാധാന്യം 21, 22 കൊടുക്കുക. കൂട്ടത്തിൽ തന്നെ 20, 19 കൂടെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഓൾറെഡി പഠിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. കൂട്ടത്തിൽ നിങ്ങൾ എന്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുക, നമുക്ക് ഈ അവാർഡ്സ് പോലെയുള്ള കാര്യങ്ങളും കറണ്ട് അഫയേഴ്സ് 2019 തൊട്ടുള്ള കാര്യങ്ങൾ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റുകാരെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആൾക്കാരെ നിങ്ങളോട് എനിക്ക് ലാസ്റ്റായിട്ട് ഒന്നുകൂടെ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് ഒന്നുകൂടെ പറയാം. SCERT പുസ്തകം, ഒന്നാമത്തെ SCERT പുസ്തകം നിങ്ങൾ ബേസിക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. ഡിഗ്രി ലെവലുകാർ ബേസിക് ഉറപ്പിക്കാൻ വേണ്ടി മാത്രം SCERTയെ ഡിപ്പെൻഡ് ചെയ്യുക.
നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് NCERTയെ ഡിപ്പെൻഡ് ചെയ്യുക. NCERT പുസ്തകം 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT പുസ്തകങ്ങളെ നന്നായിട്ട് പഠിക്കാനായിട്ട് വിനിയോഗിക്കുക. പ്ലസ് UPSC സൈറ്റുകളുണ്ടെങ്കിൽ, UPSC നല്ല സൈറ്റുകളുണ്ടെങ്കിൽ അവിടെ നോക്കിയിട്ട് കറണ്ട് അഫയേഴ്സ് എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കറണ്ട് അഫയേഴ്സ് വേണ്ട. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എക്കണോമിക്സിൻ്റെ ഏതൊക്കെ മേഖലയാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ നിന്ന് വരുന്ന കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്ന കാര്യങ്ങൾ, അതായത് പുതിയ നിയമങ്ങൾ വന്നു, പാർലമെന്റ് അവതരിപ്പിക്കുന്ന നിയമങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, അമെൻമെന്റ്സിനെ പറ്റിയിട്ടൊക്കെ വരുന്ന കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് 2019 മുതൽ ഈ 2022 നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ അമെൻമെന്റ്സിന്റെ കാര്യങ്ങളായാലും പുതിയ നിയമങ്ങളായാലും പുതിയ പദ്ധതികളായാലും ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പം NCERT ആയിരിക്കണം നിങ്ങൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. SCERT നിങ്ങൾക്ക് ഒരു ബേസ് ഉണ്ടാക്കാനായിട്ട് മാക്സിമം ഫോളോ ചെയ്യണം. +1 +2 നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. ദെൻ കുറച്ച് സ്റ്റാൻഡേർഡ് ബുക്സും കൂടെ നോക്കേണ്ട ആവശ്യമുണ്ട്. സ്റ്റാൻഡേർഡ് ബുക്സിൻ്റെ കാര്യം ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുന്നില്ല. KS പോലെയുള്ള ആൾക്കാരെല്ലാം ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ പോളിറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. എങ്കിലും ഇപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. 50 മാർക്ക് നോൺ GK പോർഷൻ ആയതുകൊണ്ട് 9 ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം നിങ്ങൾ നോക്കുക. 9 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിന്നും ഏതൊക്കെ പാറ്റേണിലാണ് നോൺ GK പോർഷൻസ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ പഠനം തുടങ്ങുക. നിങ്ങൾക്ക് തന്നെ ഒരു ഫസ്റ്റിലെ ഒരു ബോധം വേണം, ഞാൻ എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊക്കെ. ആവശ്യമില്ലാതെ വലിച്ചു വാരി പഠിക്കുന്നതിനപ്പുറത്തോട്ട് എന്താണ് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പഠിച്ചു തുടങ്ങുക. 50 മാർക്ക് സ്കോർ ചെയ്യാനുള്ള മാക്സിമം എഫേർട്ട് ഇപ്പോഴേ തുടങ്ങുക. GK പോർഷൻസ് ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. രണ്ടും ഈക്വലായിട്ട് കൊണ്ടുപോകണം. എങ്കിലും ആദ്യം തന്നെ കുറച്ച് മാസങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ നോൺ GK പോർഷൻസ് ഉറപ്പിച്ചതിന് ശേഷം GKയിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. ഒരു 50% GK പഠിക്കുക, 100% നോൺ GK പഠിക്കുക ആദ്യത്തെ ഒരു 2-3 മാസം. അതിനുശേഷം പതുക്കെ GKയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക 100%. ഇതാണ് അഭിപ്രായം. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാമിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ടെലഗ്രാമിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. പ്രത്യേക ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ തയ്യാറാക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ക്ലാസ് എടുത്ത് തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ തത്വ യൂട്യൂബ് ചാനൽ എന്ന് ടെലഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.